അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പുതിയ ഉറുദുവിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ക്ലാസ്സൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ഉറുദു കവിത കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏക് ഗായേ ഓർ ബക്കരി എന്ന് പറയുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയ ഒരു നല്ല കവിതയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഏക് ഗായേ ഓർ ബക്കരി എന്നാണ് നമ്മുടെ ഈ കവിതയുടെ ഹെഡിങ്. നിങ്ങൾക്കെല്ലാം അർത്ഥം അറിയായിരിക്കും. ഏക് ഗായേ ഓർ ബക്കരി. ഗായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗായ എന്ന് പറഞ്ഞാൽ പശു. ഒരു ബക്കരി, ബക്കരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആട് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നല്ലവണ്ണം ക്ലാസ് ശ്രദ്ധിക്കുക. എല്ലാവരും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എടുത്തില്ലേ? ഏക് ഗായേ ഓർ ബക്കരി, ഒരു പശുവും ആടും. ഏക് ഗായേ ഓർ ബക്കരി, ഒരു പശുവും ഒരാടും. किसी नदी के पास एक बकरी चरते चरते कहीं से आ निकली. किसी नदी के पास, ഏതോ ഒരു നദിയുടെ അടുത്ത് ഏക് ബക്കരി, ഒരു ആട്. അവിടെ ഏക് എന്നാണ്. ഏക് എന്ന് പറഞ്ഞാൽ ഏക്കിൻ്റെ തഖ്ഫീഫാണ്. ഏക് എന്നുള്ളത് ഏക് അങ്ങനെ ഉപയോഗിക്കലുണ്ട്. സാധാരണ നമ്മുടെ അരിഫിന് ശേഷം ഒരു യാ ഉണ്ടാവലുണ്ട്. ഇത് അതിൻ്റെ തഖ്ഫീഫായിട്ടാണ്. ഓക്കെ. അപ്പോൾ കിസി നദിക്ക് പാസ്, ഒരു നദിയുടെ അടുത്ത് ഏക് ബക്കരി, ഒരു ആട്, ചർത്തെ ചർത്തെ മേഞ്ഞുകൊണ്ട്, കഹീംസെ ആ നിക്കലി, എവിടെ നിന്നോ ആ നിക്കലി പ്രത്യക്ഷപ്പെട്ടു. ആ നിക്കലിന എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. ഈ വേർഡ് നോട്ട് ചെയ്യുക, പുതിയ വേർഡായിരിക്കും. ആ നിക്കലിന പ്രത്യക്ഷപ്പെടുക. കഹീംസെ എവിടെ നിന്നോ. ചർത്തെ ചർത്തെ എന്ന് പറഞ്ഞാൽ മേഞ്ഞുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കിസി നദിക്ക് പാസ് ഏക് ബക്കരി ചർത്തെ ചർത്തെ കഹീംസെ ആ നിക്കലി, ഒരു ഏതോ നദിയുടെ തീരത്ത് ഒരു ആട് മേഞ്ഞുകൊണ്ട് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. ജബ് ടഹർക്കർ ഇധർ ഉദർ ദേക്ക. ടഹർന എന്ന് പറഞ്ഞാൽ എണീക്കുക. ജബ് ടഹർക്കർ ഇധർ ഉദർ ദേക്ക. ടഹർ എന്ന് പറഞ്ഞാൽ നിൽക്കുക. ടഹർന എന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പോൾ ജബ് ടഹർക്കർ ഇധർ ഉദർ ദേക്ക, നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ. ഇധർ ഉദർ പറഞ്ഞാൽ ഇധർ ഉദർ, ഇങ്ങോട്ടും അങ്ങോട്ടും. ദേക്കിന എന്ന് പറഞ്ഞാൽ നോക്കുക. അപ്പോൾ ജബ് ടഹർക്കർ, നിന്നിട്ട്, ഇധർ ഉദർ ദേക്ക, ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിയപ്പോൾ. പാസ് ഏക് ഗായക്കോ ഗഡ പായ. പാസ് സമീപത്തായി, ഏക് ഗായക്കോ ഗഡ, ഒരു പശുവിൻ്റെ നിൽക്കൽ, പായ മനസ്സിലായി. പാന എന്ന് പറഞ്ഞാൽ മാലൂം ഹോന, മനസ്സിലാവുക എന്നാണ് അർത്ഥം. പാന മാലൂം ഹോന. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ എരുത്ത് ഒരു പശു നിൽക്കുന്നതായിട്ട് മനസ്സിലായി. ഗഡ എന്ന് പറഞ്ഞാൽ നിൽക്കുക, അറിയായിരിക്കും. ഓക്കെ. പഹിലെ ചുക്ക് കർ ഉസേ സലാം കിയ. ആദ്യമായി പഹിലെ ജുക്ക് കർ ഉസേ സലാം കിയ. ജുക്കിന എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരവോടെ മറ്റൊരു ആളുടെ മുന്നിൽ കുനിയൂലേ, അതിനാണ് ജുക്കിന എന്ന് പറയുക. നോട്ട് ചെയ്യുക. ജുക്കിന എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരവോടെ, വളരെ ഭവ്യതയോടെ മറ്റുള്ളവരുടെ അടുത്ത് കുനിയൂലേ, അതിനാണ്, ബഹുമാനത്തോടെ കുനിയുന്നതിനാണ് ജുക്കിന എന്ന് പറയാം. അപ്പോൾ പഹിലെ ആദ്യമായി ജുക്ക് കർ, കുഞ്ഞിട്ട്, ഉസേ ആ പശുവിനോട് സലാം കിയ, ആടെന്ന് പറഞ്ഞു, സലാം പറഞ്ഞു. ഫിർ പിന്നീട് സലീക്കേസെ യോം കലാം കിയ. സലീക്ക എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം എന്നാണ് അർത്ഥം. സലീഖ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം. സലീക്കേസെ എന്ന് പറഞ്ഞാൽ മാന്യമായി. ഫിർ സലീക്കേസെ ശേഷം മാന്യമായി യോം ഇപ്രകാരം, യോം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, കലാം കിയ സംസാരിച്ചു.
അപ്പോൾ പിന്നീട് മാന്യമായി ഇപ്രകാരം സംസാരിച്ചു. ക്യോം ബഡീബി മിസാജ് കൈസേ ഹേ, ക്യോം ബഡീബി ബഹുമാനപ്പെട്ട മഹദി എന്തൊക്കെയുണ്ട്, മിസാജ് കൈസേ ഹേ. മിസാജ് കൈസേ എന്ന് പറഞ്ഞാൽ കൈഫൽ ഹാൽ എന്ന അറബിയിൽ പറയില്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം. മിസാജ് എന്ന് പറഞ്ഞാൽ ഹാൽ എന്നാണ് അവസ്ഥ. എന്താണ് അവസ്ഥ എന്ന് ചോദിക്കൂലേ. മിസാജ് എന്ന് പറഞ്ഞാൽ ഹാല്, അവസ്ഥ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ബഡീബി ബീബി, ബീബി എന്ന് പറഞ്ഞാൽ നമ്മൾ മഹദി സ്ത്രീകൾക്ക് പറയില്ലേ, മഹദി ഒക്കെ അർത്ഥത്തിലാണ് ബീബി ഉപയോഗിക്കൽ. ആ ബീബിയുടെ തഖ്ഫീഫാണ് എന്ത്, ബി എന്നുള്ളത്. ബഡീബി. അപ്പോൾ ബഡീബി ബഹുമാനപ്പെട്ട മഹദി ക്യോം എന്തൊക്കെയുണ്ട്, മിസാജ് കൈസാ ഹേ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്ന് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? ആട് പശുവിനോട് ചോദിച്ചു. ഗായ ബോലി ആ പശു പറഞ്ഞു, കെ ഹൈർ അച്ചിയെ സുഖമാണ്, അച്ചിയെ നല്ല സുഖമാണ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. ഗായ ബോലി ആ പശു പറഞ്ഞു, കെ ഹൈർ അച്ചി ഹെ സുഖമാണ് എന്ന് പറഞ്ഞു. ഗഡ് രഹി ഹെ ബുരി ബലി അപ്പിനി. അതിൻ്റെ നെസ്ര ഇങ്ങനെയാണ്, അപ്പിനി ബുരി ബലി ഗഡ് രഹി ഹെ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അപ്പിനി ബുരി ബലി, എൻ്റെ ബുരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മോശമായ അല്ലേ. ബലി എന്ന് പറഞ്ഞാൽ നല്ല. ബുരി എന്ന് പറഞ്ഞാൽ മോശമായ, ബലി എന്ന് പറഞ്ഞാൽ നല്ല. അപ്പോൾ അപ്പിനി ബുരി ബലി, എൻ്റെ മോശവും നല്ലതുമായ അവസ്ഥയിൽ ഗഡ് രഹിഹെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ഗഡ് രഹിന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കഴിച്ചു കൂട്ടുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് പറയുക. അപ്പോൾ നമ്മൾ പറയില്ലേ ദുഃഖ സന്തോഷ സമ്മിശ്രമായ എന്ന് പറയില്ലേ, അതിനാണ് ബുരി മോശമായ, ബലി ബുരി നല്ല, ബുരി മോശമായ, ബലി നല്ല. അപ്പോൾ അങ്ങനെ ബുരി ബലി, മോശവും സന്തോഷവും നല്ല അവസ്ഥയിലൂടെ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്നു എന്ന് ആര് മറുപടി പറഞ്ഞു? ആ പശു മറുപടി പറഞ്ഞു. ഒന്നുമാടി ശ്രദ്ധിക്കുക, ബുരി എന്ന് പറഞ്ഞാൽ മോശമായ, ബലി എന്ന് പറഞ്ഞാൽ നല്ല. ബല എന്ന് പറഞ്ഞാൽ നന്മ എന്നൊക്കെ അർത്ഥമുണ്ട്. ബല കർണ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ബുരി ബലി എന്ന് പറഞ്ഞാൽ, ബുരി എന്ന് പറഞ്ഞാൽ മോശമായ, ബലി എന്ന് പറഞ്ഞാൽ നല്ല. അപ്പോൾ ബുരി ബലി മോശവും നല്ലവും, ബുരി ബലി മോശവും നല്ലതുമായ അവസ്ഥയിൽ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ദുഃഖ സന്തോഷ സമ്മിശ്രമായ അവസ്ഥയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നു എന്ന് ആ പശു മറുപടി പറഞ്ഞു. ഓക്കെ അല്ലേ. അത് ഒന്നുമാടി വായിക്കാം. ഗഡ് രഹി ഹെ ബുരി ബലി അപ്പിനി. അതിൻ്റെ നെസ്ർ ഇങ്ങനെയാണ്, അപ്പിനി ബുരി ബലി ഗഡ് രഹി ഹെ. മോശവും സന്തോഷവുമായ അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അടുത്ത വരി, മുസീബത്ത് മേം ജിന്ദഗി അപ്നി. അതിൻ്റെ നെസ്ർ ഇങ്ങനെ, അപ്നി ജിന്ദഗി മുസീബത്ത് മേം ഹേ എന്നാണ്. അപ്പം എൻ്റെ ജീവിതം, അപ്നി ജിന്ദഗി എൻ്റെ ജീവിതം, മുസീബത്ത് മേം ഹേ പ്രയാസത്തിലാണ്, വിപത്തിലാണ് എന്ന് ആ പശു മറുപടി പറഞ്ഞു. എന്നിട്ട് ആ പശു പറയാണ്, ആദമീസെ കോയി ബലാനെ കരെ. നേരത്തെ നമ്മൾ പറഞ്ഞു ബല എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മ എന്നാണ്. ആദമീസെ മനുഷ്യനോട് കോയി ആരും, ബലാനെ കരെ നന്മ ആരും ചെയ്യാതിരിക്കട്ടെ. ഇസ്സെ അവനോട്, അതായത് ആ മനുഷ്യനോട്, പാലപടന എന്ന് പറഞ്ഞാൽ ഇടപാട് നടത്തുക. ഖുദാനെ കരെ. അപ്പോൾ ആ മനുഷ്യനോട് അള്ളാഹു യാതൊരു ഇടപാട് നടത്താതിരിക്കട്ടെ. ഇസ്സെ ആ മനുഷ്യനോട്, പാലപടെ ഖുദാനെ കരെ ആ മനുഷ്യനോട് അള്ളാഹു ഇടപാട് നടത്താതിരിക്കട്ടെ. അപ്പോൾ ഇസ്സെ അതിൻ്റെ നെസ്ര എങ്ങനെ ആയിരിക്കും? ഇസ്സെ ഖുദ പാലപട നെ കരെ.
ഇടപാട് നടത്തൽ ചെയ്യാതിരിക്കട്ടെ. മേലത്തെ വരിൻ്റെ ആദമീസ കോയി ഫലാനകരെ, അതിൻ്റെ അങ്ങനെ തന്നെ മനുഷ്യനോട് ആരും നന്മ ചെയ്യാതിരിക്കട്ടെ. ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിൽ നിന്ന് പഠിച്ച 2 പുതിയ പദങ്ങൾ ജുംലയിൽ പ്രയോഗിച്ച് കമൻറ്റ് ചെയ്യുക. പുതിയ പദങ്ങൾ നല്ല മനോഹരമായ സെൻറ്റൻസിൽ പ്രയോഗിച്ച് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പുതിയ ക്ലാസ്സുമായി നാളെ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.